UDF-നും LDF-നും കോട്ടയം മണ്ഡലത്തിൽ വോട്ടുകൾ കുറഞ്ഞു. അവർക്ക് 63,000-ഓളം വോട്ടുകൾ കുറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 40,000-ഓളം വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ കുറവ് എന്താണെന്ന് പരിശോധിക്കും, അതിനാവശ്യമായ തിരുത്തലുകൾ വരുത്തും. കോട്ടയത്തെ പരാജയം അംഗീകരിക്കുന്നുവെന്നും പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നും മന്ത്രി VN വാസവൻ. LDF സംസ്ഥാന സമിതി ചേർന്ന് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ സുരേഷ് ചേരുന്നുണ്ട്. ഗോകുൽ, എന്തൊക്കെയാണ് VN വാസവൻ പറഞ്ഞത് വിഷയത്തിൽ? അതിൽ കോട്ടയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമാണ് ഇടതുമുന്നണിക്ക് ഇക്കുറി നേരിടേണ്ടി വന്നത്. അതിൽ കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിരുന്ന അതിന് ചുമതലയുണ്ടായിരുന്ന മന്ത്രി VN വാസവന്റെ പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് കോട്ടയത്ത് ഇടതുമുന്നണിക്ക് ഏറ്റിട്ടുള്ള പരാജയം, അതിന്റെ കാരണങ്ങൾ കൃത്യമായിട്ട് മുന്നണി പരിശോധിക്കും. പരാജയം അംഗീകരിക്കുകയാണ്, ജനവിധി അംഗീകരിക്കുകയാണ്. ഒപ്പം ഈ LDF-ന് മാത്രമല്ല വോട്ട് കുറഞ്ഞത്, ജയിച്ചിട്ടുള്ള UDF-ന് വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 60,000-ലധികം വോട്ടുകൾ UDF-ന് മണ്ഡലത്തിൽ കുറഞ്ഞിട്ടുണ്ട് 2019-നെ അപേക്ഷിച്ച്. അതേസമയം LDF-ന് 40,000-ഓളം വോട്ടുകൾ മാത്രമാണ് കുറഞ്ഞത്. രണ്ടും ഒരേ സമയം പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. അതോടൊപ്പം തന്നെ BDJ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടിയത് ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ മറഞ്ഞതാണ് എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അത്തരത്തിൽ വോട്ടുകളൊന്നും മറിഞ്ഞിട്ടില്ല. CPM-ന്റെ വോട്ടുകളും ഒപ്പം ഇടതുമുന്നണിയുടെ വോട്ടുകളും കൃത്യമായിട്ട് മുന്നണിക്ക് തന്നെ ലഭ്യമായിട്ടുണ്ട് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ കേരള കോൺഗ്രസ് M ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് രാജ്യസഭാ സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുന്നണിക്കുള്ളിൽ തർക്കങ്ങൾ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. രാജ്യസഭാ സീറ്റിനായിട്ട് CPI-യും അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ RJD-യും കൂടി അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് തന്നെ നൽകുമോ എന്ന കാര്യത്തിൽ ഒരു ഉചിതമായിട്ടുള്ള തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ല. അത് LDF സംസ്ഥാന സമിതി ചേർന്നുകൊണ്ട് തീരുമാനം ഉടൻ കൈക്കൊള്ളും എന്നും മന്ത്രി ചൂണ്ടിക്കാട്ടുന്നു. ഇത് സംബന്ധിച്ച് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ച് മുന്നണിക്കുള്ളിൽ യാതൊരുവിധ തർക്കങ്ങളുമില്ല. തർക്കങ്ങൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്, അല്ലാതെ ഘടകകക്ഷികളുമായിട്ട് യാതൊരു തർക്കങ്ങളും ഇല്ല എന്നാണ് മന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ഈ ആഴ്ച തന്നെ LDF സംസ്ഥാന സമിതിയും ഒപ്പം ഈ ഘടകകക്ഷികളും കൂടി ചേർന്നിരുന്നുകൊണ്ട് രാജ്യസഭാ സീറ്റ് സംബന്ധിച്ചിട്ടുള്ള ഉചിതമായിട്ടുള്ള തീരുമാനം തന്നെ കൈക്കൊള്ളും. അർഹരായിട്ടുള്ളവർക്ക് തന്നെ രാജ്യസഭാ സീറ്റ് നൽകും എന്ന് തന്നെയാണ് നിലവിൽ മന്ത്രി VN വാസവൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കോട്ടയത്തെ പരാജയം അംഗീകരിക്കുന്നുവെന്നും പരാജയ കാരണങ്ങൾ പരിശോധിക്കുമെന്നുമാണ് മന്ത്രി VN വാസവൻ മാധ്യമങ്ങളോടായി പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന് ഗോകുൽ സുരേഷ് ആണ്.